ബംഗാളിലെ ഡോക്ടറുടെ ബലാത്സംഗ കൊലയിൽ ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷ് അടക്കം 5 പേരെ നുണപരിശോധന നടത്താൻ സിബിഐക്ക് കോടതി അനുമതി നൽകിയിരിക്കുന്നു. കൊൽക്കത്ത സീൽഡ ACJM കോടതിയാണ് അനുമതി നൽകിയത്. ബംഗാൾ സർക്കാരിന് ഇന്നും സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചു. FIR രജിസ്റ്റർ ചെയ്യാൻ എന്തുകൊണ്ട് വൈകി എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് കോടതി ചോദിച്ചത്. സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയാൻ നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. വിചാരണ 15 ദിവസത്തിനകം പൂർത്തിയാക്കണമെന്ന് മമത ആവശ്യപ്പെട്ടു. അതേസമയം ഒരു വിഭാഗം ഡോക്ടർമാർ ഇപ്പോൾ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ശ്യാം ദേവരാജും ആദിൽ പാലോടും ചേരുന്നു. ആദിൽ പാലോട് കൊൽക്കത്തയിൽ നിന്നാണ് ചേരുന്നത്. ശ്യാം ദേവരാജ് ഈ കോടതിയുടെ വിവരങ്ങളും നൽകും, ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും നൽകാനുണ്ട്. ശ്യാം, ഇതിലേറ്റവും പ്രധാനം ഈ യുവ ഡോക്ടർ അവരുടേത് ആത്മഹത്യയാണെന്ന് ആദ്യം പറയുന്നത് ഈ കോളേജിന്റെ മുൻ പ്രിൻസിപ്പളായ ഡോക്ടർ സന്ദീപ് ഘോഷാണ്. സന്ദീപ് ഘോഷിനെ നിരന്തരം തുടർച്ചയായി ദിവസങ്ങളോളം ചോദ്യം ചെയ്തിരുന്നു CBI. ഇപ്പോൾ നുണപരിശോധനയ്ക്കും CBI ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിനിപ്പോൾ കോടതിയുടെ അനുമതി ലഭിച്ചിരിക്കുകയാണ്. കേസിൽ എത്രത്തോളം നിർണായകമാകും ഇത് എന്നത് എങ്ങനെയാണ് നമുക്ക് വിശദീകരിക്കാനാവുക? ഈ കേസിൽ ആദ്യം മുതൽ എല്ലാ നടപടികളും സംശയത്തിലേക്ക് നീണ്ടത് ഡോക്ടർ സന്ദീപ് ഘോഷിന്റെ നടപടികളാണ്. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രിൻസിപ്പൽ കൂടിയായിരുന്നു ഈ സമയത്ത്, അതായത് കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് ഉൾപ്പെടെ പ്രിൻസിപ്പലായിരുന്നു സന്ദീപ് ഘോഷ്. മാത്രമല്ല, സന്ദീപ് ഘോഷിനെ ഈ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ അവിടെ നിന്ന് മാറ്റുകയും മറ്റൊരു മെഡിക്കൽ കോളേജിൽ അടിയന്തരമായി സംസ്ഥാന സർക്കാർ പ്രിൻസിപ്പലായി നിയമിക്കുകയും ചെയ്തു. ഈ കൊലപാതകം, ഈ മെഡിക്കൽ PG വിദ്യാർത്ഥിനി കൊല്ലപ്പെടുന്ന സമയത്ത് സന്ദീപ് ഘോഷ് അവിടെ പ്രിൻസിപ്പലായിരുന്നു. പക്ഷേ ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു നടപടി സ്വീകരിക്കാൻ സന്ദീപ് ഘോഷ് തയ്യാറായില്ല. മാത്രമല്ല, ഒരു സ്വന്തം ചുമതലയുള്ള സ്ഥാപനത്തിൽ ഒരു കൊലപാതകം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ PG വിദ്യാർത്ഥിനി കൊല്ലപ്പെടുമ്പോൾ ആദ്യം അക്കാര്യം പോലീസിനെ അറിയിക്കേണ്ടത് സന്ദീപ് ഘോഷാണ്, അല്ലെങ്കിൽ ആ പ്രിൻസിപ്പൽ ചുമതലയിൽ ഇരിക്കുന്ന ആളാണ്. അത് സന്ദീപ് ഘോഷാണ്. സന്ദീപ് ഘോഷ് അത് ചെയ്തിട്ടില്ല. അങ്ങനെ നിരവധിയായ വീഴ്ചകളാണ് സന്ദീപ് ഘോഷിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല, ഇതൊരു ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാനാണ് ആദ്യം സന്ദീപ് ഘോഷ് ശ്രമിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെയും നിരവധിയായ ആക്ഷേപങ്ങൾ ഈ ആർജിക്കർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലായിരുന്ന സന്ദീപ് ഘോഷിനെതിരെ ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളിലെല്ലാമാണ് സന്ദീപ് ഘോഷ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സംശയ ബിന്ദുവായി മാറുന്നത്. കൽക്കട്ട ഹൈക്കോടതി കഴിഞ്ഞ ദിവസം രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു സന്ദീപ് ഘോഷിനെ. സുപ്രീം കോടതിയും കഴിഞ്ഞ 2 തവണ ഈ സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ മിനിഞ്ഞാന്നും ഇന്നും സുപ്രീം കോടതിയും സന്ദീപ് ഘോഷിനെ വിമർശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സന്ദീപ് ഘോഷിന്റെ ഈ കേസിലുള്ള സാന്നിധ്യത്തെ പറ്റിയാണ് CBI അന്വേഷിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമാണ് സന്ദീപ് ഘോഷിനെ നിരന്തരം തുടർച്ചയായി വിളിച്ചു വരുത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ സന്ദീപ് ഘോഷ് എന്നത് ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരാളാണ്. ഒരുപക്ഷെ പ്രതിപ്പട്ടികയിലേക്ക് തന്നെ വന്നേക്കാവുന്ന ഒരാളുമാണ്. അതുകൊണ്ടാണ് സന്ദീപ് ഘോഷിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ CBI തീരുമാനിച്ചത്. അക്കാര്യം സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. സുപ്രീം കോടതി കൽക്കട്ട സീൽഡ ACJM കോടതിക്ക് നൽകിയ നിർദ്ദേശം നാളെ വൈകിട്ട് 5 മണിക്കകം ഈ നുണപരിശോധന സംബന്ധിച്ച തീരുമാനമെടുക്കണം എന്നതായിരുന്നു. പക്ഷേ ഇന്ന് തന്നെ ഏതാണ്ട് 24 മണിക്കൂർ മുമ്പ് തന്നെ സീൽഡ ACJM കോടതി അത്തരം തീരുമാനമെടുത്തു. പരിശോധന നടത്തുന്നതിലൂടെ സുപ്രധാനമായ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശ്യാം, ഇന്നിപ്പോൾ സുപ്രീം കോടതി കേസ് പരിഗണിച്ചപ്പോൾ ബംഗാൾ സർക്കാരിനെതിരെ വീണ്ടും രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതാണ് നമ്മൾ കണ്ടത്. FIR ഇടാൻ എന്തുകൊണ്ട് വൈകി എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളും ഇന്ന് ബംഗാൾ സർക്കാരിനോട് കോടതി ചോദിക്കുകയുണ്ടായി, അല്ലേ? വിനിതവേണു, അങ്ങനെ തന്നെയാണ്. ഈ കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഈ ക്രൂരമായ ബലാത്സംഗ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിലാണ് സ്വമേധയാ ഒരു ഹർജി സുപ്രീം കോടതി സ്വീകരിച്ചത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജി സ്വീകരിച്ചത്. രാജ്യമെമ്പാടും നടക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അതിക്രമങ്ങൾ സംബന്ധിച്ചാണ് ഈ ഹർജിയിൽ പരിഗണനാ വിഷയവും. ഇതിൽ ബംഗാൾ സർക്കാരിനെതിരെ ഇന്ന് രൂക്ഷമായ ഭാഷയിലാണ് ചീഫ് ജസ്റ്റിസും ഒപ്പം ഈ 3 അംഗ ബെഞ്ചിലെ മറ്റൊരംഗമായ ജസ്റ്റിസ് JB പാർഡിവാലയും രൂക്ഷമായ ഭാഷ
ഭാഷയിലുള്ള വിമർശനമാണ് ഉന്നയിച്ചത്. ഈ മെഡിക്കൽ PG വിദ്യാർത്ഥിനി മരിച്ച് 14 മണിക്കൂറിന് ശേഷമാണ് ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നത്. അത് ബംഗാൾ സർക്കാരിന്റെ വീഴ്ചയാണ്. എന്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യാൻ ഇത്രയും വൈകി? ഇതൊരു അസ്വാഭാവിക മരണം, ആത്മഹത്യ എന്ന് ആദ്യം പറഞ്ഞതെന്തിന്? അസ്വാഭാവികമായ മരണമെന്ന് ആദ്യം തോന്നാത്തത് എന്തുകൊണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് സുപ്രീം കോടതി ചോദിച്ചത്. പോലീസിന്റെ ഇത്തരം നടപടികളെല്ലാം ഞെട്ടിക്കുന്നതാണ് എന്നും സുപ്രീം കോടതി ഒരു ഘട്ടത്തിൽ നിരീക്ഷിച്ചു. കപിൽ സിബലിനോട് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് നൽകുന്നത് ഈ ബംഗാൾ സർക്കാരിന്റെ ഭാഗമായ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരായിരുന്നു. പക്ഷെ അതിലും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയത്. ഈ കോൺസലിനോട് ഇത്തരം തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കരുത്, ഉത്തരവാദിത്വത്തോടെ ഉദ്യോഗസ്ഥർ മറുപടി നൽകണം എന്ന കാര്യവും കൂടി സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല, അവ്യക്തമായ മറുപടിയല്ല നൽകേണ്ടത്, വ്യക്തമായ മറുപടി തന്നെ നൽകണമെന്നും ജസ്റ്റിസ് JB പാർഡിവാല ഒരു ഘട്ടത്തിൽ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് FIR രജിസ്റ്റർ ചെയ്യാൻ വൈകിയത് എന്ന സുപ്രധാനമായ ചോദ്യം ഇന്നും സുപ്രീം കോടതി ഉന്നയിച്ചു. രേഖകൾ നോക്കിയാണോ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുന്നത്? ഒരു മരണം സംഭവിച്ചാൽ തന്നെ അത് അസ്വാഭാവിക മരണമാണെന്ന് തിരിച്ചറിയാൻ എന്തുകൊണ്ട് ബംഗാൾ പോലീസിന് കഴിഞ്ഞില്ല എന്നും സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട്. സർക്കാർ ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച എല്ലാ നടപടികളും അസ്വാഭാവികമാണ് എന്നും സുപ്രീം കോടതി വ്യക്തമായി തന്നെ അക്കാര്യം വിമർശനാത്മകമായി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇത് സംബന്ധിച്ച കുറ്റകൃത്യം സംബന്ധിച്ച വിവരം അറിഞ്ഞിട്ടും ജനറൽ ഡയറിയിൽ രേഖപ്പെടുത്താൻ പോലീസ് എന്തുകൊണ്ട് വൈകി എന്നൊരു സുപ്രധാനമായ ചോദ്യം കൂടി സുപ്രീം കോടതി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രിൻസിപ്പലിനെ ആരാണ് സംരക്ഷിക്കുന്നതെന്ന് ഇന്ന് സുപ്രീം കോടതി ചോദിച്ചു. മാത്രമല്ല, സന്ദീപ് ഘോഷിനെ തിടുക്കപ്പെട്ട് മറ്റൊരു കോളേജിലേക്ക് മാറ്റിയതെന്ത് എന്ന ചോദ്യവും കൂടി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യമെമ്പാടുമുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് സംരക്ഷണം നൽകുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകണം എന്ന് സുപ്രീം കോടതി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയിൽ ജാഗ്രത വേണം എന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. കേന്ദ്ര ചീഫ് സെക്രട്ടറിമാരും അതത് സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരും സംസ്ഥാന പോലീസ് മേധാവിമാരും ഈ സുരക്ഷയ്ക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണം എന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഒരു ഘട്ടത്തിൽ നിർദ്ദേശം ഏറ്റവും പ്രധാനം. രാജ്യത്തെ ഓരോ ആരോഗ്യ പ്രവർത്തകന്റെയും സുരക്ഷ ഏറെ പ്രധാനമാണ്. സംസ്ഥാനങ്ങൾ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകം, ക്രൂരമായ ബലാത്സംഗ കൊല ഞെട്ടിക്കുന്നതാണ് എന്നുകൂടി കോടതി നിരീക്ഷിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കുമുള്ള നിർദ്ദേശം കൂടിയായി മാറുകയാണ് ഇത്. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കണം, നിർണായകമായ നടപടികൾ എടുക്കണം എന്ന് കൂടി കോടതി നിർദ്ദേശിക്കുന്നു. നമ്മൾ ആദിൽ പാലോടിലേക്ക് പോവുകയാണ്. ആദിൽ പാലോട് കൊൽക്കത്തയിൽ തന്നെ തുടർന്നുകൊണ്ട് ഓരോ അപ്ഡേറ്റുകളും നൽകിക്കൊണ്ടിരിക്കുന്നു. ആദിൽ, സമരം അവസാനിപ്പിക്കണമെന്നൊരു നിർദ്ദേശം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരുന്നു. എന്താണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്ന ഡോക്ടർമാരുടെ നിലപാട്? ഒരു വിഭാഗം റെസിഡന്റ് ഡോക്ടർമാർ പ്രതിഷേധം അവസാനിപ്പിച്ചതായുള്ള വിവരങ്ങളും വരുന്നുണ്ടല്ലോ. രാജ്യത്തിന്റെ പല ഭാഗത്തും സമരം തുടരുകയായിരുന്നു. സുപ്രീം കോടതിയുടെ ഇടപെടൽ ഫലവത്താണ് എന്ന് വിശദമാക്കിക്കൊണ്ട് പലരും സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആർജിക്കാർ മെഡിക്കൽ കോളേജിന് മുന്നിൽ ഈ കൊല്ലപ്പെട്ട വിദ്യാർത്ഥികളുടെ സുഹൃത്തുക്കൾ, സഹപാഠികൾ ഇപ്പോഴും സമരത്തിലാണ്. ഇത് സംബന്ധിച്ചൊരു ചർച്ച ഇവർ സമര സമിതി നേതാക്കൾ നടത്തുന്നുണ്ട്. അതിനുശേഷം കൃത്യമായ ഒരു ഔദ്യോഗിക പ്രതികരണം നൽകുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. എന്തായാലും സമരം അവസാനിക്കാൻ ഇടയില്ല എന്നതുകൂടി കൂട്ടിച്ചേർക്കട്ടെ. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ ഇവിടെ പ്രതീകാത്മകമായി ഒരു വനിതാ ഡോക്ടറുടെ മുഖം കെട്ടിയ നിലയിൽ, കണ്ണുകൾ കെട്ടിയ നിലയിൽ, കറുത്ത തുണികൊണ്ട് മറച്ച നിലയിലുള്ള ഒരു പ്രതീകാത്മകമായ രൂപം കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടും നീതി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, നീതി കിട്ടിയേ തീരൂ എന്ന ഒരു ആവശ്യവുമായാണ് പ്രതിഷേധക്കാർ ഇവിടെ ഇരിക്കുന്നത്. ആർജിക്കാർ മെഡിക്കൽ കോളേജിന് മുന്നിലെ സമരപന്തലിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ തത്സമയം നമ്മൾ കാണുകയും ചെയ്യുന്നത്. സുപ്രീം കോടതിയുടെ ഇടപെടൽ സ്വാഗതാർഹമാണെങ്കിലും പ്രതികൾ മുഴുവൻ പിടിയിലായിട്ടില്ല. ഒരു പ്രതിക്ക് മാത്രമായി ഇപ്പോൾ CBIയുടെ കസ്റ്റഡിയിലുള്ള സിവിക് പോലീസ് വോളണ്ടിയർ സഞ്ജയ് റോയ് എന്ന 32കാരന് മാത്രമായി ഈ കൃത്യം ചെയ്യാൻ കഴിയില്ല. സാഹചര്യ തെളിവുകൾ അങ്ങനെയല്ല, കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് മാതാപിതാക്കളുടെയും സഹപാഠികളുടെയും ആരോപണം. അതുകൊണ്ട് തന്നെ അന്വേഷണം പൂർത്തിയാകും വരെ സമരം തുടരുമെന്നാണ് നേരത്തെ ഇവർ അറിയിച്ചിരുന്നത്. ഇപ്പോഴുള്ള കൃത്യമായ വിവരം ഈ തുടരുന്ന യോഗത്തിന് ശേഷം വ്യക്തമാക്കുമെന്നും അറിയിക്കുന്നുണ്ട്. മറ്റൊന്ന് CBI അന്വേഷണമാണ്. CBI റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായ ഒരു അന്വേഷണ പുരോഗതി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് വ്യക്തമാണ്. 7ാം ദിവസം തുടർച്ചയായി മുൻ പ്രിൻസിപ്പൽ, ആർജിക്കാർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ ചോദ്യം ചെയ്തു വരികയാണ്. 7 ദിവസം ചോദ്യം ചെയ്തിട്ടും ഒരു അറസ്റ്റിലേക്കോ മറ്റു നടപടികളിലേക്കോ കടക്കാൻ CBIക്ക് ഇതുവരെ
ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധാർഹമാണ്. ഈ ഏറ്റവും നിർണായകമായ ഒരു കാര്യം ഇനി നടക്കാനുള്ളത് സന്ദീപ് ഘോഷ് പറയുന്ന മറുപടികളിൽ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നതാണ് CBIയുടെ വിലയിരുത്തൽ. നേരത്തെ സന്ദീപ് ഘോഷിന്റെ മൊഴിയും ഒപ്പം ഈ ആശുപത്രി ജീവനക്കാരുടെ മൊഴിയും തമ്മിൽ പരിശോധിക്കുമ്പോൾ വലിയ വൈരുദ്ധ്യങ്ങളും അന്തരവുമുണ്ട് എന്ന് CBI കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ സന്ദീപ് ഘോഷിന്റെ നുണ പരിശോധന നടത്താനുള്ള അനുമതി തേടിയിരുന്നു. അനുമതി ലഭിക്കുകയും ചെയ്തു. സന്ദീപ് ഘോഷിന്റേത് മാത്രമല്ല, സന്ദീപ് ഘോഷിനൊപ്പം ഈ കൊല്ലപ്പെട്ട വിദ്യാർത്ഥിക്കൊപ്പം പഠിച്ചിരുന്ന 5 പേർ 5 സഹപാഠികളുടെ നുണപരിശോധന കൂടി നടത്താനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ CBI എത്തിയിരിക്കുന്നു. അവർ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഏതായാലും CBI അന്വേഷണം ഏറെക്കുറെ ഇരുട്ടിൽ തപ്പി മുന്നോട്ട് പോകുന്നെന്ന് നമുക്ക് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച രാത്രി 2 ആഴ്ച മുൻപ് ഒരു വ്യാഴാഴ്ചയാണ് ഈ ദാരുണമായൊരു സംഭവം കൊൽക്കത്തയിലെ RGKR മെഡിക്കൽ കോളേജിലെ ചെസ്റ്റ് മെഡിസിൻ വിഭാഗത്തിലെ സെമിനാർ ഹാളിൽ നടക്കുന്നത്. അതാണ് ഇന്നിപ്പോൾ മമതാ ബാനർജി പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയാൻ നിയമനിർമ്മാണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ക്രൂരകൃത്യം നടന്ന ഈ ബലാത്സംഗ കൊല നടന്ന ഇടത്തെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കേന്ദ്രത്തിലേക്ക് ഒരു കത്തയക്കുകയാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ പോലീസിന് വീഴ്ച പറ്റി, പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ വീഴ്ച പറ്റിയെന്ന് കൃത്യമായി വ്യക്തമായിട്ടുകൂടി മുഖം രക്ഷിക്കാനുള്ള നടപടികളാണ് മമതാ ബാനർജി നടത്തുന്നത് എന്നതാണ്. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. മുഖം രക്ഷിക്കാനുള്ള നടപടികൾ മമതാ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടത്തുന്നു എന്നത് വളരെ പ്രധാനമാണ്. അതിനെതിരെ BJP രംഗത്തെത്തിയിട്ടുണ്ട്. പ്രധാനമായും ഈ മമതാ ബാനർജി ആദ്യം മുതൽ തന്നെ ഈ സംഭവത്തെ തുടർന്ന് പ്രതിക്കൂട്ടിലാണ് എന്ന കാര്യം വ്യക്തമാണ്. ആദ്യഘട്ടത്തിൽ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു. സന്ദീപ് ഘോഷിനെ കൃത്യമായി ഒരു പ്രശ്നം നടന്നിടത്ത് നിന്ന് രാജിവെച്ച ഒരു പ്രിൻസിപ്പലിനെ മറ്റൊരു പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പളായി പുനർനിയമനം നൽകുന്നു. ആ തരത്തിൽ തെളിവുകൾ നശിപ്പിക്കാനും പ്രതികളെ സംരക്ഷിക്കാനും കുറ്റക്കാരെന്ന് സംശയിക്കുന്നവരെ കൂട്ടിച്ചേർത്ത് നിർത്താനുമാണ് മമതാ ബാനർജി ശ്രമിച്ചത്. അത് വലിയ തോതിൽ വിമർശനങ്ങൾക്ക് വിധേയമാക്കിയതോടെ ചില തെറ്റുതിരുത്തൽ നടപടികൾ, മുഖം രക്ഷിക്കൽ നടപടികൾ ഉണ്ടായിരുന്നു. മമതാ ബാനർജി തന്നെ ഒരു പദയാത്ര, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ പദയാത്ര കൊൽക്കത്തയിൽ സംഘടിപ്പിക്കുന്ന കാഴ്ച കൂടി കണ്ടു. ഇതിനെ തുടർന്ന് ഇതിന്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് അയച്ച കത്തുകൂടി നമ്മൾ വായിക്കേണ്ടത്. 90 വനിതകൾ പ്രതിദിനം ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് ഒരു വലിയൊരു ക്യാൻവാസിലാണ് ഈ വിഷയത്തെ കാണുന്നത്. ഈ കത്തിലെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടോ കൊൽക്കത്തയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടോ ഒരു വരി പോലുമില്ല. 90 വനിതകൾ പ്രതിദിനം ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒരു വ്യാപകമായ ദേശീയ തലത്തിലുള്ള നിയമനിർമ്മാണം വേണം. അടിയന്തരമായി കുറ്റവാളികളെ ശിക്ഷിക്കാനുള്ള അതിവേഗ കോടതികൾ സ്ഥാപിക്കണം. അതൊക്കെ നിയമനിർമ്മാണത്തിൽ ഉൾപ്പെടുത്തണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കത്ത് നൽകിയിരിക്കുന്നത്. കത്തിനെതിരെ BJP രംഗത്തെത്തിയിട്ടുണ്ട്. BJPയുടെ വിമർശനം, ഒരു സംസ്ഥാനത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകാത്ത മുഖ്യമന്ത്രിയാണ് ഇവിടത്തെ കാര്യങ്ങൾ വിട്ട് ദേശീയ അടിസ്ഥാനത്തിൽ നിയമനിർമ്മാണം വേണമെന്ന് ആവശ്യപ്പെടുന്നത് എന്ത് വിരോധാഭാസമാണ് എന്ന ചോദ്യം BJP ഉയർത്തിക്കഴിഞ്ഞു. രാഷ്ട്രീയ കോലാഹലങ്ങൾ ഒരു വശത്ത്, അത് ദേശീയ തലത്തിൽ തന്നെ അത് തുടരുകയാണ്. ഒപ്പം അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, കോടതി നടപടികളും മറുവശത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നു. വിനീത, അതിൽ ഇന്നിപ്പോൾ CBI സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിൽ കൊൽക്കത്തയിൽ ചെന്ന ഉടൻ RGKR ആശുപത്രി ചെന്നയുടൻ കണ്ടെത്തിയ കാര്യമാണ്, പകർത്തിയ ദൃശ്യങ്ങളാണ്. റിപ്പോർട്ടർ ഉൾപ്പെടെ പുറത്തു കൊണ്ടുവന്ന ആ ദൃശ്യങ്ങളുണ്ട്. അതായത് ക്രൈം സീനിൽ, കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം വളരെ വ്യക്തമായി നടന്നു എന്ന് CBI തന്നെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുകയാണ്. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ആദ്യഘട്ടത്തിൽ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്നത് വ്യക്തമായിരുന്നു. പലതരത്തിൽ ഇത് നമ്മളിപ്പോൾ കാണിച്ച ദൃശ്യങ്ങൾ മാത്രമല്ല, മറിച്ച് ഇവിടെ സംഭവിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങൾ കൂടി, പ്രധാനമായും നമ്മൾ പുറത്തു കൊണ്ടുവന്ന ദൃശ്യങ്ങൾ, അത് സെമിനാർ ഹാളിൽ, 3ാം നിലയിലെ സെമിനാർ ഹാളിലാണ് ഈ കൃത്യം നടക്കുന്നത്. അതിന് തൊട്ടടുത്ത ചില മുറികൾ, ചില ഓഫീസ് റൂമുകൾ നവീകരിക്കാൻ ഈ കൃത്യം നടന്ന് 2 ദിവസത്തിനുടനെ തന്നെ അത് സീൽ വെക്കാതെ, കൃത്യം നടന്ന സെമിനാർ ഹാൾ സീൽ വെക്കാതെ പോലീസ് ചെയ്തത് മാത്രമല്ല, ഇവിടത്തെ മാനേജ്മെന്റും പ്രിൻസിപ്പളും ചെയ്തത് സമീപത്തുള്ള കെട്ടിടങ്ങൾ, സമീപത്തുള്ള മുറികൾ നവീകരിക്കാൻ നിർമ്മാണ തൊഴിലാളികളെ യഥേഷ്ടം അകത്തേക്ക് കടത്തിവിടുന്ന
കാഴ്ചയാണ് കണ്ടത്. അത് വനിതാ കമ്മീഷന്റെ പ്രാഥമിക റിപ്പോർട്ടിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ CBIയും അത് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. വലിയൊരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് കൊൽക്കത്ത പോലീസിന് എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല വിനീത, ആവർത്തിച്ച് നമ്മൾ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഒരു ആത്മഹത്യയായി ഈ സംഭവത്തെ ലഘൂകരിക്കാൻ ശ്രമിച്ചത് എന്ന ചോദ്യം അത് മാതാപിതാക്കൾ അത് തുടർച്ചയായി ചോദിക്കുന്നുണ്ട്, നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഡെപ്യൂട്ടി സൂപ്രണ്ടാണ് ഇക്കാര്യം പറഞ്ഞത്. ഈ ഡെപ്യൂട്ടി സൂപ്രണ്ടിനെ ഇങ്ങനെ പറയാൻ ആരാണ് ചുമതലപ്പെടുത്തിയതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. CBIയുടെ അന്വേഷണത്തിൽ ഒരു പുരോഗതി ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കേസ് അന്വേഷണത്തിൽ ഒരു വ്യക്തത വന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയുകയുമുള്ളൂ. വിനീത, അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നേരത്തെ അറസ്റ്റിലായ പോലീസ് സിവിക് വളണ്ടിയർ സഞ്ജയ് റോയുടെ പങ്ക് മാത്രമേ ഇതുവരെ കണ്ടെത്താനായിട്ടുള്ളൂ എന്നാണ് CBIയുടെ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഫോറൻസിക് റിപ്പോർട്ടിലും DNA പരിശോധനാ ഫലത്തിലും ഇയാൾക്കെതിരെ തെളിവുണ്ട്. എന്നാൽ കൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിൽ പോലും CBIക്ക് ഇതുവരെ വ്യക്തതയില്ല എന്നതാണ്. അതിൽ ഈ യുവ ഡോക്ടറുടെ മാതാപിതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ കൃത്യമായും പറയുന്നുണ്ട് ഇതിലൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിലൊരു ക്രൂരകൃത്യം നടന്നിട്ടും പ്രതികളെ പിടികൂടുന്നതിന്, അറസ്റ്റ് ചെയ്യുന്നതിന് സമയമെടുത്തു. തുടക്കത്തിൽ FIR ഇടുന്നതിന് സമയമെടുത്തു. പോലീസ് സ്റ്റേഷനിൽ ഇവർ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വന്നു. 4 മണിക്കൂർ കാത്തിരുന്ന ശേഷം, കാല് പിടിച്ച് ആ അമ്മ കരഞ്ഞ ശേഷമാണ് പോലീസ് കേസെടുക്കാനോ സംസാരിക്കാനോ പോലും തയ്യാറായത്. അപ്പോൾ ഇതുവരെ ഒരാളുടെ പങ്ക് മാത്രമാണ്, അല്ലെങ്കിൽ ഒരാളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് CBIയും പറയുന്നു. ഇനിയിപ്പോൾ സന്ദീപ് ഘോഷിന്റെ നുണപരിശോധനാ ഫലം കഴിഞ്ഞ ശേഷം മാത്രമേ എന്തെങ്കിലും തുമ്പ് കിട്ടൂ എന്ന പ്രതീക്ഷ ബാക്കിയുള്ളൂ, അല്ലേ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, 2 ആഴ്ച പിന്നിടുമ്പോഴും ഒരു പ്രതിയിൽ മാത്രം മുട്ടി നിൽക്കുകയാണ് CBI അന്വേഷണവും എന്നുള്ളതാണ്. ഈ രാജ്യത്തെ നീതി എവിടെ എന്ന നിയമവ്യവസ്ഥകൾ എവിടെ എന്ന് മാതാപിതാക്കൾ തുടർച്ചയായി നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം മാതാപിതാക്കളുടെ ഒരു പുതിയ പ്രതികരണം കൂടി വന്നത്, മകളെ കൊലപ്പെടുത്താൻ സഞ്ജയ് റോയെ ആരോ ചുമതലപ്പെടുത്തിയതാണ് എന്നുള്ളതാണ്. മകൾക്ക് ചില രഹസ്യങ്ങൾ അറിയാമായിരുന്നു. സഞ്ജയ് റോയ് എന്ന സിവിക് പോലീസ് വോളണ്ടിയറെ മകളെ കൊലപ്പെടുത്താനായി, വനിതാ ഡോക്ടറെ കൊലപ്പെടുത്താനായി ആരോ ചുമതലപ്പെടുത്തി പറഞ്ഞു വിട്ടതാണ് എന്ന ആരോപണം മാതാപിതാക്കൾ ഉന്നയിക്കുമ്പോഴും അതിന് മറുപടി നൽകാൻ CBIക്ക് കഴിയുന്നില്ല എന്നത് വളരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടവും നിരാശാജനകവുമാണെന്ന് പറയേണ്ടി വരും. കാരണം ഇത്രയും പ്രഗത്ഭരായ ഒരു അന്വേഷണ സംഘത്തിന് ഒരു ഉത്തരത്തിലേക്ക് എത്താൻ ഒരാഴ്ച കഴിയുമ്പോഴും, CBI അന്വേഷണം ഏറ്റെടുത്തിട്ട് ഒരാഴ്ച പിന്നിടുന്നു, അപ്പോഴും ഒരു ഉത്തരത്തിലേക്ക് എത്താൻ CBIക്ക് കഴിഞ്ഞിട്ടില്ല. സിവിക് പോലീസ് വോളണ്ടിയർ സഞ്ജയ് റോയ് എന്ന ഒരു ചെറുപ്പക്കാരനിൽ മാത്രമായി ഈ പ്രതിപട്ടിക നിലനിൽക്കുന്നു എന്നുള്ളത് നിരാശാജനകമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ആരോപണങ്ങൾ പല വഴിക്ക് ഉയരുമ്പോഴും CBI അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല. ഇപ്പോൾ വിനീത പറഞ്ഞതുപോലെ നുണ പരിശോധന കൂടി പൂർത്തിയാകുമ്പോഴായിരിക്കും ഒരു വ്യക്തത വരികയുള്ളൂ എന്ന് CBI ഈ ഘട്ടത്തിൽ പറയുന്നെങ്കിൽ എന്താകും കേസിന്റെ മുന്നോട്ടുള്ള അന്വേഷണത്തിന്റെ പോക്ക് എന്നത് ഒരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുന്നുണ്ട്. ഏതായാലും നുണ പരിശോധന നാളെ തന്നെ പൂർത്തിയാക്കുമെന്നാണ് മനസ്സിലാകുന്നത്. നാളെ സന്ദീപ് ഘോഷിന്റെ ഒപ്പം കൂടെ പഠിച്ച സഹപാഠികളടക്കം കൂടെ ഉണ്ടായിരുന്ന 5 പേരുടെ എന്നിങ്ങനെയുള്ള 6 പേരുടെ നുണപരിശോധന നടത്താനുള്ള അനുമതിയാണ് കോടതി നൽകിയിരിക്കുന്നത്. നുണപരിശോധനയ്ക്ക് ശേഷം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. വിനീത, അതിൽ ഇനിയിപ്പോൾ പ്രതീക്ഷ ഈ കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾ, കോടതി ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങൾ, ഇക്കാര്യങ്ങളിൽ മാത്രമാണ്. ഒരു വിഭാഗം ഡോക്ടർമാർ ഇപ്പോൾ പല ഭാഗങ്ങളിലായി ഈ സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ RGകർ മെഡിക്കൽ കോളേജിന് സമീപവും കൊൽക്കത്തയുടെ വിവിധ ഭാഗങ്ങളിലും ഇപ്പോഴും പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണല്ലേ? എന്താണ് ഡോക്ടർമാരുടെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ? കോടതിയിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ് അവരല്ലേ? അതിൽ സൂചിപ്പിച്ചതുപോലെ 2 ആഴ്ച പിന്നിട്ടിട്ടും കൂടുതൽ വ്യക്തമായ തെളിവുകളില്ല, പ്രതികളില്ല, യാതൊരു തരത്തിലും അന്വേഷണം ഈ സന്ദീപ് ഘോഷിനെ ചോദ്യം ചെയ്യലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ മണിക്കൂറിലും സന്ദീപ് ഘോഷിനെ ചോദ്യം ചെയ്യുന്നു എന്ന അപ്ഡേറ്റ് മാത്രമാണ് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. മറ്റു ജീവനക്കാരുടെ ചോദ്യം ചെയ്യൽ എന്തായി? ഈ രാത്രി ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ? കാരണം ആ കുട്ടിയുടെ, ആ യുവതിയുടെ മാതാപിതാക്കൾ പറയുന്നുണ്ട് അവർക്ക് അധിക സമയം ജോലി ചെയ്യാൻ എന്തുകൊണ്ട് നിർബന്ധിച്ചു, അതിനുള്ള സാഹചര്യം എന്തായിരുന്നു, സെമിനാർ ഹാളിൽ അവർ എങ്ങനെയാണ് ഒറ്റയ്ക്ക് എത്തിപ്പെട്ടത് തുടങ്ങിയ ചോദ്യങ്ങൾ കൂടി അവിടെ ബാക്കിയാണ്. ഉറപ്പായും പലവിധ ചോദ്യങ്ങൾ ബാക്കിയാണ്. CBI 40 പേരുടെ പട്ടിക തയ്യാറാക്കിയ ശേഷമാണ് ഈ അന്വേഷണത്തിന് ആദ്യഘട്ടത്തിൽ തന്നെ 40 പേരുടെ പട്ടിക തയ്യാറാക്കിയിരുന്നു.
പിന്നീട് ഈ തുടർച്ചയായി പലരെയും ചോദ്യം ചെയ്തു. പ്രധാനമായും ഈ സന്ദീപ് ഘോഷിന്റെ ഒരു കൂട്ടുകാരൻ പോലീസ് സേനയിലുണ്ട്, ASI ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹത്തെ തുടർച്ചയായി ചോദ്യം ചെയ്തിരുന്നു. സന്ദീപ് ഘോഷിന് ആദ്യഘട്ടത്തിൽ സഹായവും പോലീസിൽ നിന്ന് ഒരു പിന്തുണയും ലഭിച്ചത് ഈ രക്ഷപ്പെടാനും പല വിധത്തിലുള്ള രക്ഷാമാർഗങ്ങൾ ഉപയോഗിക്കാനും കഴിഞ്ഞത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ മുഖേനയാണെന്നൊരു വ്യാഖ്യാനമുണ്ടായിരുന്നു. ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥൻ ഒപ്പം ഈ സഞ്ജയ് റോയ് എന്ന പ്രതിയുടെ ഒപ്പമുണ്ടായിരുന്ന കൊലപാതകത്തിന് തൊട്ട് മുൻപ് വരെ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു സിവിക് പോലീസ് വോളണ്ടിയർ, ആദ്യഘട്ടത്തിൽ അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ, ആ സമയം ഈ കെട്ടിടത്തിലുണ്ടായിരുന്ന മറ്റുദ്യോഗസ്ഥർ, ജീവനക്കാർ എന്നിവരെ എല്ലാവരെയും CBI 40 പേരുടെ പട്ടിക തയ്യാറാക്കി ചോദ്യം ചെയ്തു വരികയാണ്. പക്ഷേ അപ്പോഴും ഒരു തുമ്പം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒടുവിലും നമുക്കിപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി പുറത്തുവന്ന ഒരു കുറ്റസമ്മത മൊഴിയാണ് ഇപ്പോൾ അവസാനമായി നമുക്ക് മുന്നിലുള്ള അപ്ഡേറ്റ്. അത് പ്രധാനമായും അന്നേ ദിവസം, അതായത് ഓഗസ്റ്റ് 2 ആഴ്ച മുൻപുള്ള വ്യാഴാഴ്ച ഈ കൃത്യം നടക്കുന്നത് പുലർച്ചെയാണ്, 4 മണിക്ക് ശേഷമാണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ആ വ്യാഴാഴ്ച ദിവസം രാത്രി സോനാഗച്ചി എന്നുപേരുള്ള ലൈംഗിക തെരുവിൽ, ഇതിന്റെ ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിന്റെ 2.5 കിലോമീറ്റർ ദൂരത്താണ് ഈ സോനാഗച്ചി ഉള്ളത്. അവിടെ ഈ സഞ്ജയ് റോയും മറ്റൊരു സിവിക് പോലീസ് വോളണ്ടിയറും അവിടെ എത്തിയിരുന്നു. ഒരു ലൈംഗിക തൊഴിലാളിക്കൊപ്പം സുഹൃത്ത് പോയപ്പോൾ സഞ്ജയ് റോയ് പുറത്ത് കാത്തിരുന്നു. ലൈംഗിക തൊഴിലാളികൾ റോഡിലൂടെ നടക്കുമ്പോൾ നഗ്ന ചിത്രങ്ങൾ എടുക്കാൻ സഞ്ജയ് റോയ് ശ്രമിച്ചു. പിന്നാലെ 3:50 ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിന്റെ പരിസരത്തേക്ക് സഞ്ജയ് റോയ് എത്തുന്നു. 4:05 ഈ എമർജൻസി ഗേറ്റിലൂടെ ചെസ്റ്റ് മെഡിസിൻ വിഭാഗത്തിലേക്ക് സഞ്ജയ് റോയ് കടക്കുന്നു എന്നിങ്ങനെയുള്ള വിവരങ്ങളാണ് കുറ്റസമ്മത മൊഴിയിലുള്ളത്. താൻ സെമിനാർ ഹാളിൽ എത്തുമ്പോൾ വനിതാ ഡോക്ടർ കിടന്നുറങ്ങുകയായിരുന്നു, പിന്നെ താൻ ബലാത്കാരം ചെയ്യുകയായിരുന്നു എന്നുള്ള കുറ്റസമ്മത മൊഴി നിസ്സംഗമായി പോലീസിനും പിന്നീട് ഇപ്പോൾ CBIക്കും നൽകി എന്നുള്ളതാണ് ഒടുവിൽ വരുന്ന കേസെന്നത്തെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, ഈ കുറ്റസമ്മത മൊഴി ശരിയാണോ, സാഹചര്യ തെളിവുകൾ അനുകൂലമാണോ എന്ന ഒരു ഉത്തരത്തിലേക്കോ നിഗമനത്തിലേക്കോ എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് സന്ദീപ് ഘോഷിനെ കുറിച്ച് വളരെ വലിയ ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നു. മുൻപ് ഒപ്പം പ്രവർത്തിച്ചിരുന്ന സഹപ്രവർത്തകർ തന്നെ പറയുന്നത് ഇവിടെയുള്ളായിരുന്ന അജ്ഞാത മൃതദേഹങ്ങൾ മറിച്ചു വിൽക്കുന്ന ചില പ്രശ്നങ്ങൾ പോലും, ചില ആരോപണങ്ങൾ പോലും ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നു എന്നാണ്. ആ രൂപത്തിൽ കുറ്റാരോപിതനായ ഒരു വ്യക്തിയെ, മുൻ പ്രിൻസിപ്പലിനെ സംരക്ഷിക്കാനാണ് മമതാ സർക്കാർ ശ്രമിച്ചത്. ഇപ്പോൾ CBIക്ക് ഈ സന്ദീപ് ഘോഷിനെ പ്രതി ചേർക്കാനുള്ള സാഹചര്യവും തെളിവുകളും ലഭിച്ചിട്ടില്ല എന്നും പറയുന്നു. ഏതായാലും ഇതിൽ എന്താകും ഉണ്ടാകുക എന്നുള്ളത് 2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കറിയാം എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ശരിയാണ്, സന്ദീപ് ഘോഷിനെ നുണ പരിശോധന നടത്തുന്നതിലൂടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ യുവ ഡോക്ടർ ആത്മഹത്യ ചെയ്തതാണെന്ന് ആദ്യം പറഞ്ഞതും അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിച്ചതും മുൻ പ്രിൻസിപ്പളായ സന്ദീപ് ഘോഷാണ്. സന്ദീപ് ഘോഷിന്റെ ലക്ഷ്യം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് സന്ദീപ് ഘോഷ് അത്തരത്തിൽ പറഞ്ഞത്? കൂട്ടബലാത്കാരം ചെയ്യപ്പെട്ടിട്ടും ഒരു യുവതിയുടെ കൊലപാതകം സൂയിസൈഡാണെന്ന്, ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനുള്ള മോട്ടീവ് എന്തായിരുന്നു എന്നതാണ് കണ്ടെത്തേണ്ടത്. CBI ഇത്തരത്തിൽ നുണ പരിശോധന നടത്തുന്നതിലൂടെ ഇതിലൊരു വ്യക്തത വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.